നമസ്കാരം. കേരള എക്കോണമി എന്നുള്ള കോളത്തിൽ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് കുടുംബശ്രീ മുതൽ ഖാദി മുതൽ നീരം മുതൽ KSRTC വരെയുള്ളവയെ എങ്ങനെ ഒരു വലിയ തൊഴിൽ ദാതാക്കളായി നമുക്ക് മാറ്റാൻ കഴിയും, എങ്ങനെ ഒരു സ്വയംഭരണത്തിൻ്റെ ഒരു മാതൃകയായിട്ട് മാറ്റാൻ കഴിയുമെന്നുള്ളത്. കേരള എക്കോണമി എന്നുള്ള ഇംഗ്ലീഷിലുള്ള കോളവും ആ കോളത്തിന് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇൻട്രഡക്ഷൻ എന്ന വീഡിയോയുടെ ലിങ്കുകളും ഈ വീഡിയോയുടെ കൂടെ ചേർത്തിട്ടുണ്ട്. ശബരിമല വലിയൊരു രാഷ്ട്രീയ വിഷയമായി, മതം നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ വിഷയമായി മാറിയ ഒരു ഘട്ടത്തിൽ അതിൻ്റെ സാമ്പത്തിക സാധ്യതകളെക്കുറിച്ചുള്ളൊരു അന്വേഷണമാണ് നമ്മളിവിടെ നടത്തുന്നത്. തമിഴ്നാട്ടിലെ ചുഴലിക്കാറ്റും തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പുമെല്ലാം സൃഷ്ടിച്ച അനിശ്ചിതത്വം, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പോലീസ് സംവിധാനത്തിൽ വന്ന എണ്ണക്കുറവ്, ഇതെല്ലാം സൃഷ്ടിച്ച ഒരു പരിതസ്ഥിതിയിൽ ശബരിമല എന്നുള്ളത് വലിയൊരു വൈകാരിക മതവിഷയമായി മാറിയൊരു സാഹചര്യത്തിൽ നിന്നുമാണ് നമ്മളിതിൻ്റെ സാമ്പത്തിക സാധ്യതകളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നത്. എങ്ങനെയാണ് ഒരു വാണിജ്യ ഇടനാഴി അല്ലെങ്കിൽ ഒരു വാണിജ്യ ഇടം അല്ലെങ്കിൽ ഒരു വാണിജ്യ സാധ്യത ഒരു വലിയ സാമൂഹിക സാംസ്കാരിക വിപ്ലവത്തിന്, ഉന്നതിക്ക് വഴിയൊരുക്കുന്നതെന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിൽ വ്യവസായങ്ങളുണ്ട്, സർവകലാശാലകളുണ്ട്, റെയിൽവേ സ്റ്റേഷനുകളുണ്ട്, പൈതൃക നിർമ്മിതികളുണ്ട്. ഇതെല്ലാം ഒരു രീതിയിലെങ്കിൽ ഒരു വലിയ ഇടത്തിൻ്റെ ആരാധനാലയങ്ങളുണ്ട്. ഇതെല്ലാം ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ വികസനത്തിന് വഴിയൊരുക്കുന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പലപ്പോഴും ഈ ഒരു പൈതൃക സ്ഥലം കൊണ്ടോ ഈ ഒരു ആരാധനാലയം കൊണ്ടോ മാത്രം അറിയപ്പെടുന്ന ഇടങ്ങളുണ്ട്. നഗരത്തിൽ നിന്നും എത്രയോ അകലെയായി ആധുനിക സൗകര്യങ്ങളോ എത്തിപ്പെടാനുള്ള വഴികളോ അടക്കം ഇല്ലാത്ത ഇടങ്ങൾ വലിയ രീതിയിലുള്ള സാമൂഹിക മാതൃകയായി മാറുന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ചെറുതും വലുതുമായ ഉദാഹരണങ്ങൾ. പലപ്പോഴും യുനെസ്കോ പോലെയുള്ള സംഘടനകൾ പൈതൃക കലകൾ മുതൽ ഭക്ഷണങ്ങൾ വഴിയുള്ളവയെ ഇത്തരമൊരു ചിഹ്നം നൽകി, ഒരു പ്രാധാന്യം നൽകുന്നത്. അതിൽ കാഞ്ചീപുരം പട്ടും താജ്മഹലും കൂടിയാട്ടവും രാമശ്ശേരി ഇഡ്ഡലിയും എല്ലാം ഉണ്ട്. ഇതിനെല്ലാം നൽകുന്നത് ഒരു വലിയ സാമൂഹിക വികസനത്തിന് അത് വഴിയൊരുക്കും എന്ന് കണ്ടിട്ടാണ്. ഒരു കൂട്ടം ആളുകളെ, ഒരു വലിയ സമൂഹത്തെ ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള അവസരമായിട്ടാണ് പലപ്പോഴും ഇതിനെ കാണേണ്ടത്. എന്നാൽ ഇന്ത്യ പോലൊരു സമൂഹത്തിൽ, ഒരു രാജ്യത്ത് പലപ്പോഴും അത് ആ രീതിയിൽ എത്താറില്ല. ആ ഒരിടത്തിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ അതൊരു പൈതൃക നിർമ്മിതി, താജ്മഹലോ പോലെയുള്ള നിർമ്മിതിയാവാം, അല്ലെങ്കിൽ ഒരു വലിയ അമ്പലമോ പള്ളിയോ ആവാം. ഇത്തരം അതിൻ്റെ ഒരു ചുറ്റുവട്ടത്തുള്ള കുറച്ച് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് അതിൻ്റെ വികസനം പലപ്പോഴും കടന്നിട്ടില്ല. എന്നാൽ അത് സമൂഹത്തെ മുഴുവൻ ഉദ്ധരിക്കാൻ ഉന്നതിയിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഉന്നതിയിലേക്ക് ഉയർത്താൻ കഴിയുന്ന വികസന മാതൃകയായി മാറ്റുന്നിടത്താണ് അതിൻ്റെ ഭരണ മികവ് വരുന്നത്. ശബരിമല അത്തരത്തിലുള്ള വലിയൊരു സാധ്യതയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഗുരുവായൂരും പത്മനാഭസ്വാമി ക്ഷേത്രമടക്കമുള്ള ഹൈന്ദവ ആരാധനാലയങ്ങൾ, അതുപോലെ തന്നെ ഇതര മതവിശ്വാസികളുടെ ഇതെല്ലാം എങ്ങനെ നമുക്കൊരു വികസന മാതൃകയായിട്ട് ഉപയോഗപ്പെടുത്താം. ആരാധന എന്നതിനെ ഒരു കൂട്ടം മതവിഭാഗങ്ങൾ തങ്ങളുടേതാക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ, ഏത് മതവിഭാഗമായി ഒരു ഘട്ടത്തിൽ വലിയൊരു സാമൂഹിക വികസനത്തിൽ ഇത് നമുക്ക് വഴിയൊരുക്കേണ്ടി ഒരു വഴിയായിട്ട് നമുക്കതിനെ കാണേണ്ടിയിരിക്കുന്നു. അതിന് പലപ്പോഴും ശ്രമം ഉണ്ടാവാറ്.
ആ മതാചാരങ്ങളുമായി ബന്ധപ്പെട്ട കലാകാരന്മാർ, അതുമായി ബന്ധപ്പെട്ട നേരിട്ടോ അല്ലാതെയോ, ഇപ്പോൾ അമ്പലത്തിലാണെങ്കിൽ അമ്പലത്തിലെ പൂ ഉയർത്ത് നൽകുന്നവർ മുതലുള്ള ആളുകൾ, ചുറ്റുവട്ടത്തുള്ള കച്ചവടക്കാർ, ഇവരെല്ലാം വലിയ രീതിയിൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു വികസനം, അത്തരം വികസന മാതൃകളെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കാതെ പോകാറ്. മുമ്പൊരു വീട്ടിൽ നമ്മൾ പറഞ്ഞു, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു മികച്ചൊരു ഗുണനിലവാരമുള്ളൊരു ഭക്ഷണശാലയുടെ അഭാവം, ഇതെല്ലാം പലയിടങ്ങളിൽ, പല അമ്പലങ്ങളിൽ, പലയിടങ്ങളിൽ ഇതിൻ്റെ പല വകഭേദങ്ങളുണ്ട്. എന്നാൽ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ KSRTC സ്റ്റാൻഡുകളിൽ കേരയും ഖാദിയും കുടുംബശ്രീയും എല്ലാം വരുമ്പോൾ എല്ലാത്തിനെയും ഒറ്റ അടിക്ക് ഒന്നിച്ചു നിൽക്കുന്ന ഒരു വലിയ വിപ്ലവമാണ് അവിടെ ഉണ്ടാകുന്നത്. ഒരുപാട് സാധ്യതകൾ, ഒരുപാട് തൊഴിൽ സാധ്യതകൾ, ഒപ്പം തന്നെ നിലവാരമുള്ള സേവനം, നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ, എങ്ങനെ വളരെ എളുപ്പത്തിൽ ഇത് സാധ്യമാകുന്നു എന്നുള്ളത് നമ്മൾ ഇത്തരം ഒരു സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു. അതേ സാധ്യത തന്നെയാണ് ഇവിടെയും വരുന്നത്. ഗുരുവായൂർ നേരത്തെ പറഞ്ഞ പോലെ പള്ളിയായാലും അമ്പലമായാലും അതുമായി ബന്ധപ്പെട്ട താമസ സ്ഥലങ്ങൾ, ഭക്ഷണശാലകൾ, ഇതെല്ലാം എങ്ങനെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ സർക്കാർ സംരംഭങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കിതിനെ മികച്ചതാക്കാം. ഇപ്പോൾ ശബരിമലയ്ക്കുള്ള വസ്ത്രങ്ങൾ, അത് എങ്ങനെ ഖാദിയിലൂടെ നമുക്ക് അതിന് ആ ഖാദിയിലൂടെ എങ്ങനെ നമുക്ക് അതിനെ സമീപിക്കാം? എങ്ങനെയാണ് കാനനപാതയിൽ കേര മുതലുള്ള ഉൽപ്പന്നങ്ങൾ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം? വലിയ രീതിയിലുള്ളൊരു വികസന മാതൃകയാണ് അത് നൽകുന്നത്. പ്രത്യേകിച്ച് ശബരിമല. ശബരിമല എന്ന് പറയുന്നത് ദർശനത്തെക്കാൾ കൂടുതൽ ആ വ്രതമാണ് ശബരിമലയുടെ ശക്തി. ശബരിമല തീർത്ഥാടന സവിശേഷത എന്ന് പറയുന്നതിന് ആ വ്രതമാണ്. എത്രമാത്രം അച്ചടക്കമുള്ളതും എത്രമാത്രം തീവ്രവുമാകുന്നു ആ വ്രതം, അത്രമാത്രം ഉന്നതമായിരിക്കും ദർശനം എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ ശാസ്ത്രം. തീർച്ചയായും അതൊരു ശാസ്ത്രം തന്നെയാണ്. തുടർച്ചയായി 41 ദിവസം നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം 42ാമത്തെ ദിവസവും അത് ശീലമാകുമെന്നുള്ളതാണ് മറ്റ് മുസ്ലിം വിശ്വാസത്തിലെ നോമ്പടക്കമുള്ള ഇതിന് വളരെ ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. തുടർച്ചയായി ചീത്ത ശീലങ്ങൾ ഉപയോഗിക്കുന്നു, നല്ല ഉപേക്ഷിക്കുന്നു, നല്ല ശീലങ്ങൾ കടന്നു വരുന്നു. പലപ്പോഴും സ്ത്രീകളുടെ മുമ്പൊരു വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ സ്ത്രീകൾ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും ഇത്തരമൊരു ശാസ്ത്രീയതയാണ് അതിന് തടസ്സമാകുന്നത്. തുടർച്ചയായി 41 ദിവസം വ്രതമെടുക്കാൻ പ്രത്യേക പ്രായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം വന്ന വിലക്കും, ഒരു 5 പതിറ്റാണ്ട് മുമ്പ് വരെ ശബരിമല തീർത്ഥാടനം എന്നുള്ളത് തിരിച്ചെത്തുമെന്ന് ഉറപ്പില്ലാത്ത വിധം ദുർഘടമായിരുന്ന യാത്രയായിരുന്നത് കൊണ്ടും മാത്രം വന്നിരുന്നൊരു വിലക്കാണ്. അത് വിലക്ക് എന്നതിനേക്കാൾ കൂടുതൽ വന്ന സ്ത്രീകൾക്ക് വന്നിരുന്ന പരിമിതിയാണ് ഇന്ന് മതവുമായി ബന്ധപ്പെട്ട വിലക്കൊക്കെ. നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഇതൊരു സാമ്പത്തിക സാധ്യതയായിട്ട് നമ്മൾ കാണേണ്ടത്? വലിയ സാമ്പത്തിക സാധ്യത മാത്രം, വലിയൊരു സാമ്പത്തിക മാതൃക. ഗ്രീൻ എക്കണോമിക്സിനെ കുറിച്ചൊക്കെ ലോകം ചർച്ച ചെയ്യുന്നൊരു ഘട്ടത്തിൽ കാനനപാതയുടെ കാടിൻ്റെ സവിശേഷതകൾ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വികസനമാണ്. KSRTC മുതൽ സർക്കാരിൻ്റെ ഭക്ഷണശാലകൾ വരെ, കുടുംബശ്രീയുടെ ഭക്ഷണശാലകൾ വരെയുള്ളവ. ഇനി കുടുംബശ്രീ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ പേര് പറഞ്ഞ് വേണമെങ്കിൽ വിഷയമുണ്ടാക്കാം. എങ്കിൽ പോലും എങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഏറ്റവും മികച്ച സർക്കാർ ഉൽപ്പന്നം, സർക്കാർ സേവനങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദേവസ്വത്തിൻ്റെ ഭരണവും അതിനെ സർക്കാരിൽ നിന്ന് ലോട്ടറി ടിക്കറ്റും ബിവറേജസും പോലെ ഒരു വരുമാന മാർഗമായി കാണുന്ന രീതി മാറ്റിയിട്ട് അതിനെ കൂടുതൽ സ്വകാര്യവൽക്കരിക്കേണ്ടതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ അത് മറ്റൊരു തലത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഏറ്റവും മികച്ച സേവനം നമുക്ക് ലഭ്യമാക്കുക, എങ്ങനെയാണ് ഏറ്റവും മികച്ച വരുമാനം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുക? മികച്ച റോഡുകൾ, മികച്ച ബസ്സുകൾ, മികച്ച ഭക്ഷണം, മികച്ച സേവനം, മികച്ച പാർക്കിംഗ് ഏരിയ. ലോകത്തെ ഏറ്റവും മികച്ചതിൽപ്പെടുന്ന ഒരു പോലീസ് സംവിധാനങ്ങൾ ഒന്നിനെ പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിൻ്റെ പേരിൽ, അല്പത്തരത്തിൻ്റെ പേരിൽ ഇകഴ്ത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് കേരളത്തിലെ പോലീസ് സംവിധാനത്തിൻ്റെ പരിമിതിയെക്കുറിച്ചാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പോലീസിന് നമ്മൾ മാനസികമായ പിന്തുണ നൽകാൻ തയ്യാറാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ
ഇത്തരം വികസന സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കണം. ഇത്തരം വികസന സാധ്യതകൾക്ക് ഏറ്റവും മികച്ച വിദഗ്ധരാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. ചിന്താ ജെറോമിനെയും എ റഹീമിനെയും നികിത രാഗേഷിനെയും പോലെയുള്ള പിൻവാതി ആളുകളുടെ അഭിപ്രായത്തിന് പകരം വിദഗ്ധരായ ആളുകൾ എങ്ങനെയാണ് വികസന മാതൃകകൾ ഉണ്ടാവേണ്ടത്. കേരളം പോലുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും എൻ്റെ ആണായ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലൊന്നാണ്. പക്ഷേ ഒരുപക്ഷെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കൊണ്ടുവരാവുന്ന ഒരു വികസനം കൊണ്ടുവരാൻ പാലക്കാട് പോലെ വലിയൊരു ജില്ലയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്ഥലമേറ്റെടുപ്പ് കേരളത്തിലെ വലിയൊരു വിഷയം. അപ്പോൾ അത്തരം വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് എങ്ങനെ ഏറ്റവും മികച്ച ഒരു യാത്ര നമുക്ക് ഉറപ്പുവരുത്താം. ആ യാത്ര ഉറപ്പുവരുത്തുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, വലിയ രീതിയിലൊരു വികസന സാധ്യത ഇവിടെ കൊണ്ടുവരികയാണ്. വലിയ രീതിയിലൊരു ബ്രാൻഡായിട്ട് കേരളത്തിൻ്റെ നമുക്ക് കൊറോണ സമയത്ത് കൊറോണയിലൂടെ നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗത്തിന് ലോകത്ത് ലഭിച്ചൊരു സ്വീകാര്യത പോലെ ഏറ്റവും മികച്ച സേവനം, ഏറ്റവും സുതാര്യമായ ഏറ്റവും സുരക്ഷിതമായ ഒരു സേവനം എങ്ങനെ നമുക്ക് നൽകാൻ കഴിയും. കേരളത്തിൻ്റെ സാധ്യതകൾ, ഇത് നൽകുന്ന തൊഴിൽ സാധ്യത, തൊഴിൽ ദാതാക്കളെ, തൊഴിലാളികളെ സൃഷ്ടിക്കുന്ന വലിയൊരു സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ കരുതലിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ ഒരു വലിയ വിപ്ലവത്തിന് അവസരമായിട്ട് നമുക്ക് എടുക്കണം. കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയ്ക്ക് പുതിയ കരുത്ത് നൽകുന്നൊരു വിപ്ലവമായിട്ട് നമുക്ക് എടുക്കണം. അത് ശബരിമല എന്നുള്ളൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ആരാധനയുമായി ബന്ധപ്പെട്ട ആരാധനാലയങ്ങൾ, ഒരു ആരാധനാലയങ്ങളും ഉത്സവങ്ങളും എല്ലാം സാമൂഹികമായ ഒത്തുചേരലിൻ്റെ അടയാളങ്ങളാണ്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളാണ്. ആ സാധ്യതകളെ സാമൂഹിക സാംസ്കാരിക ഉന്നമനത്തിനും സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് കേരളം പോലെ ഒരു പുരോഗമന സമൂഹം ചിന്തിക്കേണ്ടത്. അതിലേക്കുള്ള ചർച്ചകൾക്ക് ഇത്തവണ ശബരിമലയിലുണ്ടായ പ്രതിസന്ധി നമ്മളെ നയിക്കട്ടെ. പ്രതിസന്ധി അവസരമാകട്ടെ. പുതിയ ചിന്തകൾക്ക്, പ്രായോഗികമായ തീരുമാനങ്ങൾക്ക് അത് വഴിവെക്കും.